പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ ദാസനിൽ കൂടെ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളോട് സംസാരിച്ചു. ശേഷം ദൈവദാസനിൽ കൂടെയും ദൈവശബ്ദം നാം കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. തക്ക സമയത്ത് നിവർത്തിക്കുവാനുള്ള എൻ്റെ വാക്ക്. പ്രൈസ് ദി ലോർഡ്. അതോത് ദൈവസഭ ഏറ്റെടുത്തു. അതോർത്ത് സ്തോത്രം ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. ഈ വർഷത്തിൻ്റെ ഈ അവസാന മിനിറ്റുകളിൽ, ഈ സമയങ്ങളിൽ ആ ദൈവപ്രവൃത്തി നാം അക്ഷരീയമായി കാണാൻ പോകുകയാണ്. ദൈവം നമ്മോട് പറഞ്ഞ വാഗ്ദത്തങ്ങൾ, വാക്കുകൾ, വചനത്തിൻ്റെ വെളിപ്പാടുകൾ, അതിൻ്റെ അക്ഷരീയമായ നിവർത്തികൾ. എത്ര പേർ അത് വിശ്വസിക്കുന്നുണ്ട്? പ്രൈസ് ദി ലോർഡ്. തക്ക സമയത്ത് പറഞ്ഞ, ആര് പറഞ്ഞ? ഒരു മനുഷ്യൻ്റെ വാക്കല്ല, ഒരു അധികാരിയുടെ വാക്കല്ല. രക്തം നൽകി നിനക്ക് വീണ്ടെടുപ്പ് നൽകി തന്ന്, പുത്രത്വത്തിൻ്റെ അധികാരം നൽകി തന്ന്, അബ്ബാ പിതാവേ എന്ന് വിളിച്ചുകൊണ്ട് കൃപാസനത്തോട് അടുത്തു വരുവാൻ നിത്യതയുടെ ദർശനം നിനക്ക് നൽകി തന്ന്, നിത്യജീവന് നിന്നെ അവകാശിയാക്കിയ നിന്റെ രക്ഷിതാവ് പരിശുദ്ധാത്മാവ് എന്നോട് നിങ്ങളോട് പറയുക, തക്ക സമയത്ത് നിവർത്തിക്കാനുള്ള ഈ വാക്ക്. അങ്ങനെയാണെങ്കിൽ ചില ദൈവപ്രവർത്തികളെ നാം കാണാൻ പോകുക ഈ ദിവസങ്ങളിൽ. ഹല്ലേലൂയ. ദൈവത്തിന്റെ ദാസൻ ആ വാക്ക് ആത്മാവിൽ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ എൻ്റെ ഉള്ളത്തോട് ദൈവാത്മാവ് ഒരു ഭാഗത്തോട് ഇടപെടുവാനായിടയായി. അതല്ല ഇന്ന് തന്നെ ആ പ്രബോധനത്തിന്റെ ചിന്തയുടെ അടിസ്ഥാന വാക്യം. അതല്ല എങ്കിലും ദൈവസഭയോട്, എന്നോട്, നിങ്ങളോടുമുള്ള ഒരു ദൈവശബ്ദമാണ്. ഉൽപ്പത്തി പുസ്തകം 29 അവസാനത്തെ വാക്യം ഒന്ന് വായിച്ചേ. ഉൽപ്പത്തി പുസ്തകം 29 അവസാനത്തെ വാക്യം. അടുത്ത വാക്ക്, പിന്നെ അവൾക്ക് പ്രസവം നിന്നു. ഇനി 30:19 ഒന്ന് വായിച്ചേ. 30:19. ആമേൻ. ലേയുടെ കാര്യമായി 29 രേഖപ്പെടുത്തിയിരിക്കുന്നത് നിന്നുപോയി. 30-ാം അധ്യായം 19-ാം വാക്യത്തിൽ വായിക്കുന്നു, പിന്നെയും അവൾ ഒരു മകനെ പ്രസവിക്കുവാനായിടയായി. അല്ലെങ്കിൽ ദൈവസഭയ്ക്ക് പ്രാർത്ഥിക്കുന്ന ഈ ദിനങ്ങളിൽ കരയുന്ന, പ്രലപിക്കുന്ന ദൈവജനത്തോട് വിശ്വാസത്തിന്റെ വചനങ്ങളെ ഏറ്റെടുത്ത് ചില ദൈവിക വാഗ്ദത്തങ്ങളുടെ നിവർത്തികൾ കാണുവാൻ ദൈവസഭയ്ക്കകത്തു ചില ആത്മീയ വിടുതലുകളെ, ദേശത്തു ചില ആത്മീയ വിടുതലുകളെ, ദൈവമഹത്വത്തിന്റെ പ്രവൃത്തിയെ കാണുവാൻ കാത്തിരിക്കുന്ന ദൈവകുഞ്ഞുങ്ങളോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം പറയുക, നിന്നുപോയെന്ന് വിധി എഴുതിയ ചില മേഖലകളിൽ ചിലത് പുനരാരംഭിക്കാൻ പോകുകയാ. ചില ദൈവപ്രവർത്തികൾ അക്ഷരീയമായി വെളിപ്പെടാൻ പോകുകയാ. നിന്ന് പോയിട്ടില്ല. ഹല്ലേലൂയ. നിർത്തിയെന്ന് പിശാച് പറയും, ലോകം പറയും, മെഡിക്കൽ സയൻസ് പറയും, ശാസ്ത്രം പറയും, നിന്റെ രക്തബന്ധങ്ങൾ പറയും, കൂടെ ഇരുന്ന് ആരാധിക്കുന്നവർ പോലും പറയും. എന്നാൽ തമ്പുരാൻ പറയുന്നു, നിന്ന് പോയിട്ടില്ല. നിന്ന് പോയെന്ന് ലോകം പറഞ്ഞത് ഞാൻ പുനരാരംഭിക്കാൻ പോകുകയാ. നിന്ന് പോയെന്ന് പറഞ്ഞത് നിവർത്തീകരിക്കപ്പെടത്തില്ലെന്ന് പറഞ്ഞത്, സാധ്യമല്ലെന്ന് പറഞ്ഞത്, ഉണ്ടാകത്തില്ലെന്ന് പറഞ്ഞത്, ഉരുവാകത്തില്ലെന്ന് പറഞ്ഞത് ദൈവം ഉരുവാക്കാൻ പോകുകയാ. ശബനറവദിനി. പ്രൈസ് ദി ലോർഡ്. Praise the Lord. ദൈവസഭയുടെ ആത്മീയ അഭിവൃദ്ധിക്ക് വേണ്ടി നാം ഇതരങ്ങളിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക. ദേശത്തിനു വേണ്ടി നാം കരഞ്ഞുകൊണ്ടിരിക്കുക. നമ്മുടെ കൂടപ്പിറപ്പുകൾക്ക് വേണ്ടി യാമങ്ങൾ മാറ്റിവെച്ച് നാം പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക. എനിക്കറിയാം, കരമുയർത്തി സ്തോത്രം ചെയ്യുന്ന ഭക്തർ ഇതിനകത്തുണ്ട്. യാമങ്ങൾ, ഉറക്കങ്ങളെ മാറ്റിവെച്ച് സ്തോത്രം ചെയ്യുന്ന ദൈവജനം ഇതിനകത്തുണ്ട്. ദേശത്തുനിന്നൊരു വിടുതൽ അസാധ്യം. എൻ്റെ പൂണിക്കകത്ത്, എൻ്റെ അധികാര സീമയ്ക്കകത്ത്, എന്റെ അവകാശത്തിനകത്ത് കടക്കുന്നതിനെ ഞാൻ വിട്ടുതരത്തില്ലെന്ന് വാദിക്കുന്ന ദേശശക്തികൾ, ഇരുട്ടിന്റെ അധികാരങ്ങൾ, തിന്മയുടെ ബന്ധനങ്ങൾ, പാരമ്പര്യത്തിന്റെ അവകാശങ്ങൾ, ആ കോട്ടകളെ തകർത്തുകൊണ്ട് ഒരു കുത്തൊഴുക്ക് പോലെ യേശുവിന്റെ നാമത്തിൽ ജനം വിടുവിക്കപ്പെടാൻ പോകുകയാ. സുവിശേഷത്തിന്റെ ശക്തി വ്യാപരിക്കപ്പെടാൻ പോകുകയാ. പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി യേശു വരാറായി. അല്ലെ, അന്ത്യകാലത്തിന്റെ അവസാന മിനിറ്റുകളിലാണ് ഞാൻ നിങ്ങൾ നിൽക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. യേശു വരാറായി. യോവേൽ പ്രവാചകനിൽ കൂടെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തിയ അന്ത്യകാലത്ത് ഞാൻ സകല ജഡത്തിന്മേലും എൻ്റെ ആത്മാവിനെ പകരും. അത് ദൈവസഭയിൽ പുറമറ്റത്ത് ആരംഭിക്കട്ടെ.
പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അസാധ്യതകളെ നോക്കി കരയുവാനല്ല, നിരാശപ്പെടാനായിട്ടല്ല. ചിലത് പുനരാരംഭിക്കുവാൻ പോകുകയാ, ചിലത് നിറവേറ്റപ്പെടാൻ പോകുകയാ, ചിലത് നിവർത്തീകരിക്കപ്പെടാൻ പോകുകയാ. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ആ വചനം ദൈവസഭ ഏറ്റെടുത്താട്ട് ഈ ദിനങ്ങളിലെല്ലാം ആ വചനങ്ങൾ പറഞ്ഞ് ഹല്ലേലൂയ, ദൈവദാസനിൽ കൂടെ ദൈവാത്മാവ് വെളിപ്പെടുത്തി കൊടുത്ത ആ വാഗ്ദത്ത വചനം ഹല്ലേലൂയ നിവർത്തീകരിക്കപ്പെടേണ്ട ഈ വാക്ക്, ആ വാക്കിനകത്ത് ആരെ നിങ്ങൾ ശ്രദ്ധിച്ചോ? ദൈവം തന്റെ ദൂതനെ അയച്ച് പറയുക, വൃഥാ വാക്ക് പറയുന്നവനും കളിവാക്ക് പറയുന്നവനുമല്ല നമ്മുടെ ദൈവം, നമ്മുടെ രക്ഷിതാവ്. ഞാൻ പറയുന്നത് നിവർത്തിക്കും. അതുകൊണ്ടാണ് പ്രവാചകന്റെ പുസ്തകത്തിൽ പറയുന്നത്, അത് നിവർത്തിക്കുന്ന യഹോവ, അത് നിവർത്തിക്കാൻ നിർണയിക്കുന്ന യഹോവ, ആ യഹോവ എന്ന നാമമുള്ള ഞാൻ അരുളി ചെയ്യുന്നു എന്ന് ദൈവം പറയാൻ കാരണം, ദൈവം പറയുന്നത് നിവർത്തിക്കും. ഒന്ന് സ്തോത്രം ചെയ്താട്ട്. നിന്റെ തലമുറയെ കുറിച്ച് ദൈവം പറഞ്ഞത് നിവർത്തിക്കും. ശുശ്രൂഷയെ കുറിച്ച് ദൈവം പറഞ്ഞത് നിവർത്തിക്കും. ദൈവസഭയെ കുറിച്ച് ദൈവം പറഞ്ഞത് നിവർത്തിക്കും. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. പ്രവർത്തികളുടെ പുസ്തകം ഹല്ലേലൂയ 16-ാം അധ്യായം അതിന് 33, 34 വാക്യങ്ങളൊന്ന് വായിച്ചാട്ടെ. പ്രവർത്തികളുടെ പുസ്തകം 16-ന്റെ 33, 34. സ്തോത്രം, 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 സ്തോത്രം. അപ്പോസ്തല പ്രവൃത്തി 16-ന്റെ 33, 34. അവൻ രാത്രിയിൽ ആ നാഴികയിൽ തന്നെ അവരെ കൂട്ടിക്കൊണ്ടുപോയി അവരുടെ മുറിവുകളെ കഴുകി താനും തനിക്കുള്ളവരെല്ലാവരും താമസിയാതെ സ്നാനമേറ്റ് പിന്നെ അവരെ വീട്ടിൽ സ്വീകരിച്ച് അവർക്ക് ഭക്ഷണം കൊടുത്തു. ദൈവത്തിൽ വിശ്വസിച്ചതിൽ കീഴടക്കുവാനും വെച്ചു. പ്രൈസ് ദി ലോർഡ്. പൗലോസും ശീലാസും മിഷണറി യാത്രയിൽ 16-ാം അധ്യായത്തിന്റെ തുടക്കം നമുക്കറിയാം. ലുസ്ത്രയിലും ഇക്കോനിയിലും നല്ല സാക്ഷ്യം ലഭിച്ച തിമത്തിയോസിനെ കണ്ടുമുട്ടുന്നു. സ്തോത്രം. അവിടെ ഹല്ലേലൂയ സഭകൾ പെരുകുന്നു, ആത്മാക്കളുടെ എണ്ണം വർദ്ധിക്കുന്നു, യാത്ര തുടങ്ങുക. എന്നാൽ ആസ്യയിലേക്ക് പോയി അവിടെ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള സുവിശേഷം അറിയിക്കാമെന്ന് മാനുഷികമായി തീരുമാനിച്ചപ്പോൾ പരിശുദ്ധാത്മാവ് ആസ്യയിൽ വചനം പ്രസംഗിക്കരുതെന്ന് പൗലോസിനെയും ശീലാസിനെയും വിലക്കുവാനായിടയായി. താഴോട്ട് വരുമ്പോൾ എന്നാൽ ബിഥുന്യയിലേക്ക് പോകാം. അവിടെ വായിക്കുന്നു, യേശുവിന്റെ ആത്മാവോ അവരെ വിലക്കുവാനായിടയായി. അടുത്ത 3-ാമത്തെ കണ്ണിക ഫിലിപ്പിയിൽ പൗലോസും ശീലാസും എത്തുകയാ. പ്രൈസ് ദി ലോർഡ്. പുഴവക്കത്തിരുന്ന സ്ത്രീകളോട് ഹല്ലേലൂയ നിത്യ സുവിശേഷം യേശുക്രിസ്തുവിൽ കൂടെയുള്ള രക്ഷയുടെ സുവിശേഷം അറിയിച്ചപ്പോൾ ലുദിയായുടെ ഹൃദയത്തെ പരിശുദ്ധാത്മാവ് തുറക്കുവാനായിടയായി. ഹൃദയം തുറന്നവൾ യേശുവിനെ സ്വീകരിച്ചു. ഹൃദയം തുറന്നവൾ അവളുടെ വീടിന്റെ വാതില് അഭിഷക്തന്മാർക്ക് വേണ്ടി തുറക്കുവാനായിടയായി. ഹൃദയം തുറന്നാൽ വീടിന്റെ വാതിലുകൾ തുറക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വീടിന്റെ അകത്തളങ്ങൾ ആത്മാവിന്റെ ആരാധനയ്ക്കായി, അഭിഷക്തന്മാർ ദൈവജനം കൂടിയുള്ള ആരാധനയ്ക്കായി തുറക്കപ്പെടും. പ്രൈസ് ദി ലോർഡ്. ഈ ദിനങ്ങളിൽ മാറി മാറി നമ്മുടെ കൂടാരങ്ങൾക്കകത്ത് ഹല്ലേലൂയ ഒരു ചങ്ങല പോലെ ആത്മീയ ശുശ്രൂഷകൾ വെളിപ്പെടുവാനിടയാകട്ടെ. ഈ വർഷത്തിന്റെ അവസാന ഈ മിനിറ്റുകൾ മുതൽ അടുത്ത വർഷം ആരംഭങ്ങൾ ദൈവം നമുക്ക് തരുന്നുവെങ്കിൽ ഹല്ലേലൂയ ചില ഭവനങ്ങളുടെ വാതിലുകൾ കൂട്ടിയടയ്ക്കുവാൻ ശ്രമിക്കുന്ന ഇരുട്ടിന്റെ ശക്തികൾ നിന്റെ വീടിനകത്ത് ഒരു ആരാധന മുടങ്ങാൻ പാടില്ല. അഭിഷക്ത ശുശ്രൂഷ വെളിപ്പെടാൻ പാടില്ല. വീടിനകത്ത് വ്യാപരിക്കുന്ന അന്ധകാര കോട്ടകൾ തകരാൻ പാടില്ല എന്ന് പറഞ്ഞ് ഇരുട്ടിന്റെ ശക്തികൾ അവകാശം പറഞ്ഞിരിക്കുന്ന ചില മേഖലകളെ, അന്ധകാരത്തിന്റെ അടിസ്ഥാനങ്ങളെ ഹൃദയം തുറക്കുന്ന ദൈവജനമേ, വീടിന്റെ വാതിലുകൾ തുറന്നാട്ട. ആമേൻ, ആമേൻ. പ്രൈസ് ദി ലോർഡ്. അടുത്ത ഖണ്ഡിക നമുക്കറിയാം. പ്രൈസ് ദി ലോർഡ്. ഈ ഫിലിപ്പിയ പട്ടണം വ്യാപാരത്തിന്റെ ഒരു പട്ടണമാ, ക്രയവിക്രയങ്ങൾ നടക്കുന്ന ഒരു പട്ടണമാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. വ്യവസായ വകുപ്പ് കമ്പോള നിലവാര ബുള്ളറ്റിൻ പുറപ്പെടുപ്പിക്കുന്നതിന് മുമ്പ് അല്ലെങ്കിൽ കമ്പോള നിലവാരവും അല്ലെങ്കിൽ സാധനങ്ങളുടെ വിലക്കുറവും വിലക്കയറ്റവും അല്ലെങ്കിൽ പ്രവചിക്കുന്ന ദുരാത്മാവിനാൽ ബന്ധിക്കപ്പെട്ട ഒരു സ്ത്രീ അവിടെയുണ്ട്. പൗലോസിന്റെയും
ശീലാസിന്റെയും പുറകെ നടന്ന് വ്യക്തമായ ദൂതാവള് പറഞ്ഞത്, ഇവർ അത്യുന്നതനായ ദൈവത്തിന്റെ ദാസന്മാർ, രക്ഷാമാർഗം നിങ്ങളോട് അറിയിക്കുന്നവർ. പ്രൈസ് ദി ലോർഡ്. ഇന്നിന്റെ കാലത്തായിരുന്നെങ്കിൽ അവളുടെ ഇന്ന് ഡേറ്റ് മേടിച്ചിട്ട് ഉപവാസ പ്രാർത്ഥനയ്ക്ക് അവളെ വിളിക്കുമായിരുന്നു. കാരണം കറതീർന്ന ദൂത പറഞ്ഞത്. പക്ഷേ ആത്മാവുള്ള, ആത്മനിറവുള്ള, ഹല്ലേലൂയ, 3 സർഗത്തോളം എടുക്കപ്പെട്ട ഉത്തിരിയം പോലും രോഗികളുടെ മേലിട്ടാൽ അവർ സൗഖ്യമാകുന്ന അത്ര ആത്മനിറവുള്ള അഭിഷക്തൻ, പ്രൈസ് ദി ലോർഡ്, ഇവളെ ആത്മാവിൽ വിവേചിച്ചപ്പോൾ മനസ്സിലായി ഇവളിൽ ഉള്ളത് ദൈവാത്മാവല്ല, വ്യാജത്തിന്റെ ദുരാത്മാശക്തിയ. അതിനെ ആത്മാവിൽ മനസ്സിലാക്കുവാനായിടയായി ഒരു ദൂത് കൈമാറുക. ഈ ദിവസങ്ങളിലെ പ്രാർത്ഥനകളിൽ നമ്മുടെ തലമുറകളുടെ മേൽ, ദൈവജനത്തിന്റെ മേൽ സകല ആത്മാക്കളെയും വിവേചിക്കുന്ന ആത്മീയനോ സകലത്തെയും വിവേചിക്കുന്നു, അവനോ ആരാലും വിവേചിക്കപ്പെടുന്നില്ല. ഹല്ലേലൂയ. ദുഷ്ടാത്മാ വ്യാപാരങ്ങളെ വിവേചിക്കാനുള്ള ഒരു അഭിഷേകം വ്യാപരിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. അധർമ്മത്തിന്റെ വ്യാപാര ശക്തികളെ, ഇരുളിന്റെ അധികാരങ്ങളെ, ഹല്ലേലൂയ, നിന്റെ കണ്ണുകൊണ്ട്, മാംസക്കണ്ണുകൊണ്ട് തന്നെ നീ സ്വത്രം പറഞ്ഞു നോക്കുമ്പോൾ അതിനെ ആത്മാവിൽ മനസ്സിലാക്കാനുള്ള കൃപ വ്യാപരിക്കപ്പെടട്ടെ. റബനാമ ശാന്തരാധനാദിയ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഈ ഒരു വിഷയം, ഈ ശാസന നിങ്ങൾ ശ്രദ്ധിച്ച്, പരിശുദ്ധാത്മാവ് 2 സ്ഥലങ്ങളിൽ ഇവരെ വിലക്കുവാനായിടയായി. വിലക്കിയ ദൈവാത്മാവ് ഫിലിപ്പിയിൽ വന്നപ്പോൾ എന്താ പൗലോസേ ഈ നേരിടാൻ പോകുന്ന ഇടിയെക്കുറിച്ചും അടിയെക്കുറിച്ചും തൊഴിയെക്കുറിച്ചും പീഡനത്തെക്കുറിച്ചും സംസാരിക്കാഞ്ഞത്, വെളിപ്പാട് തരാഞ്ഞത്? സ്തോത്രം. യോസേപ്പേ, ദൈവം നിനക്ക് ദർശനം തന്നു, കറ്റകൾ വീഴുന്നത്. പക്ഷേ ഹല്ലേലൂയ, ആ വീഴ്ചയുടെ മുമ്പിൽ, ആ വണക്കം വെളിപ്പെടുന്ന മുമ്പെയുള്ള പൊട്ടക്കിണറും കാരാഗ്രഹവും നിന്റെ കണ്ണിന് മറച്ചു വെച്ചിരിക്കുക ദൈവം. വാഗ്ദത്തങ്ങൾക്കായി ദാഹിച്ച് പ്രാർത്ഥിക്കുന്ന ദൈവപൈതലേ, വാഗ്ദത്തങ്ങളിലേക്ക് നീ എത്തപ്പെടുമ്പോൾ, വാഗ്ദത്തങ്ങളിലേക്ക് എത്തപ്പെടുന്നതിന് മുമ്പ് ചില പൊട്ടക്കിണറുകളുണ്ട്, ചില കാരാഗ്രഹങ്ങളുണ്ട്, അങ്കി ഊരുന്ന അനുഭവമുണ്ട്, ദണ്ഡനം അനുഭവിക്കുന്ന അനുഭവമുണ്ട്, ഒറ്റപ്പെടുന്ന മേഖലകളുണ്ട്, പ്രൈസ് ദി ലോർഡ്, മല്ല് പിടിക്കുന്ന മേഖലകളുണ്ട്. അവിടെ നീ തളരരുത്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അങ്ങനെ സ്തോത്രം, അവരെ അടിച്ചു പീഡിപ്പിച്ച് കാരാഗ്രഹത്തിലാക്കി. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. 2 വിഷയമാണ് ഞാൻ ഇന്ന് രാവിലെ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ, സ്തോത്രം, 2 വാക്ക് ദൈവാത്മാവ് എന്നെ മനസ്സിലാക്കി. അത് ഒന്നാമത്തേത്, സ്തോത്രം, ഹല്ലേലൂയ, വാ തുറന്നാൽ വാതിൽ തുറക്കാൻ പോകുകയാ ഞാൻ. പറമറ്റ സഭയോട്, പാസ്റ്റേ, നമ്മുടെ കുഞ്ഞുങ്ങളോട്, ദൈവജനത്തോട് പറയാൻ ദൈവാത്മാവനോട് സംസാരിച്ച ഒന്നാമത്തെ വിഷയം, വാ തുറന്നാൽ പീഡനങ്ങൾ അനുഭവിക്കുന്നവർ ഇതിനകത്തുണ്ട്, ദണ്ഡനങ്ങൾ അനുഭവിക്കുന്നവർ ഇതിനകത്തുണ്ട്, പ്രതിസന്ധികളിൽ കൂടെ കടന്നു പോകുന്നവരുണ്ട്. എന്നാൽ എൻ്റെ ജനം വാ തുറന്നു, ഞാൻ വാതിൽ തുറക്കാൻ പോകുകയാ, വാതിൽ തുറക്കാൻ പോകുകയാ. അസാധ്യമെന്ന് തോന്നുന്ന ചില വാതിലുകൾ, ഇരുമ്പ് വാതിലുകൾ, ദൈവസഭയുടെ മുമ്പിൽ ചില വാതിലുകൾ തുറക്കാൻ പോകുക, ശുശ്രൂഷകളുടെ മുമ്പിൽ ചില വാതിലുകൾ തുറക്കാൻ പോകുക, അഭിഷക്തന്മാരുടെ മുമ്പിൽ ചില വാതിലുകൾ തുറക്കാൻ പോകുക, പ്രാർത്ഥിക്കുന്ന ദൈവജനത്തിന് മുമ്പിൽ ചില വാതിലുകൾ തുറക്കാൻ പോകുക. വാതിലുകൾ തുറക്കണമെങ്കിൽ എന്തോ ചെയ്യണം? മുറിവുകൾ ദേഹത്തുണ്ട്, കൊടിയ പീഡനം സഹിച്ചിരിക്കുക ഈ അപ്പോസ്തലന്മാർ 2 പേരും. കൊടിയ പീഡനത്തിന്റെ മുറിവുകളും അതിന്റെ വേദനകളും, കൈകാലുകൾ ആമത്തിലും ചങ്ങലയിലും ഇട്ട അനുഭവമുണ്ടെങ്കിലും ബന്ധിക്കപ്പെടാത്ത ഒരു അഭിഷേകത്തിന്റെ നാവ് അവർക്കുണ്ട്. സ്തോത്രം പറയാമോ? സ്തോത്രം പറയാമോ? ഹല്ലേലൂയ. നിന്റെ ശരീരത്തിന് ക്ലേശമിട്ടേക്കാം, പക്ഷേ അതരത്തിന് ബലം ദൈവം തരുന്നിടത്തോളം അതരം തുറന്ന് ദൈവത്തെ ആരാധിച്ചോണം. ദൈവാത്മാവനോട് സംസാരിച്ചു. പുറമറ്റ സഭയിലെ യൗവനക്കാർ വാ തുറക്കട്ടെ. ദൈവം വാ തുറപ്പിക്കാൻ പോകുകയാ. ആത്മനിറവിന്റെ ശക്തി ഒരു കൊടുങ്കാറ്റ് പോലെ അടുത്ത ദിനങ്ങളിൽ ദൈവസഭയ്ക്കകത്ത് വ്യാപരിച്ച് നമ്മുടെ കുഞ്ഞുങ്ങളുടെ വാ തുറക്കും. ആ വാ തുറക്കുന്ന തലമുറയ്ക്ക് വേണ്ടി
അടയപ്പെട്ട ചില വാതിലുകളെ ദൈവം തുറക്കാൻ പോകുകയാ. അടയപ്പെട്ട വാതിലും നിന്റെ കുഞ്ഞുങ്ങളുടെ മുമ്പിൽ തുറക്കും. അവർ ആരാധനയ്ക്കായി, ദൈവവചനത്തിൻ്റെ ശക്തിക്കായി, ആത്മാവിൽ വൻകാര്യങ്ങളെ പ്രസ്താവിക്കുവാൻ, നാഥന് സ്തുതി സ്തോത്രങ്ങൾ കരറ്റുവാൻ, ആത്മനിറവിൻ്റെ ജീവിതത്തിൽ, വിശുദ്ധമായ ജീവിതത്തിൻ്റെ അനുഭവത്തിൽ നിലനിന്ന കർത്താവിനെ ആരാധിക്കുന്നവരാകുമ്പോൾ, വാ തുറക്കുന്നവരാകുമ്പോൾ, ഒരിക്കലും തുറക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് ഭാവിയെ ബന്ധിച്ച്, നന്മയെ ബന്ധിച്ച്, യാത്രകളെ ബന്ധിച്ച്, പഠന മേഖലകളെ ബന്ധിച്ച് പോരാടിയ ഇരുട്ടിന്റെ വാതിലുകളെ സ്വർഗം തുറക്കാൻ പോകുകയാ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആ ഓരോ വാക്കുകളും വളരെ ആത്മാവ് നമ്മളോട് സംസാരിക്കുന്ന ശബ്ദങ്ങളാണ്. അതിൻ്റെ 24-ാം വാക്യത്തിൻ്റെ ഒരു വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ച്, അകത്തെ തടവിലാക്കി. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. പല സെല്ലുകളുണ്ട്. ഏറ്റവും ക്രൂരന്മാരായ ഹല്ലേലൂയ രാഷ്ട്രീയ ഹല്ലേലൂയ കുറ്റവാളികളെ അകത്താക്കുന്നിടത്ത് ഏറ്റവും അകത്ത് പുറത്തേക്ക് ഒത്തിരി കടമ്പകളുണ്ട്, ഒത്തിരി ഹല്ലേലൂയ സെക്യൂരിറ്റി ഉണ്ട്. അകത്തെ തടവിലാക്കി ഒരിക്കലും നീ പുറത്തു വരാൻ പാടില്ല എന്ന് പറഞ്ഞ ഏറ്റവും ആഴത്തിൽ അകത്തെ തടവിലാക്കിയാലും ആത്മസാന്നിധ്യം ഇറങ്ങുമ്പോൾ അകത്തുനിന്ന് പുറത്തു കൊണ്ടുവരുവാനായിടയാകും. ഈ മണിക്കൂറുകളിൽ ബന്ധിക്കപ്പെട്ട ചിലതിനെ, ഇരുട്ടിക്കിടക്കുന്ന നിന്റെ തലമുറയെ, നിന്റെ തലമുറയുടെ ഭാവിയെ, ശുശ്രൂഷയുടെ വെളിപ്പാടിനെ, നിന്റെ ഭവനത്തിന്റെ ഉയർച്ചയെ, ആത്മീയ സ്വസ്ഥതയെ ദൈവം പുറത്തു കൊണ്ടുവരാൻ പോകുകയാണ്. Praise the Lord, praise the Lord, praise the Lord. ഹല്ലേലൂയ. സമയം പോയല്ലോ. അടുത്ത വാക്ക് ശക്തമായി അടുത്ത ഭാഗം ദൈവാത്മാവിനോട് ഇടപെട്ടു. അതാണ് 33-ാം വാക്യം. ആര് മുറിവേൽപ്പിച്ചോ അവരെ കൊണ്ട് മുറിവുകൾ കെട്ടിക്കഴുകാൻ പോകുകയാ. ഒന്ന് സ്തോത്രം ചെയ്താട്ട്. ആര് നിന്നെ ദണ്ഡിപ്പിച്ചോ, ആര് നിന്റെ തലമുറയെ മുറിച്ചോ അവരെ കൊണ്ട് ഹല്ലേലൂയ മുറിവുകളെ കെട്ടാൻ പോകുകയാ. അമാന റതലമ ശതനിയ അസന റകദരെ ശുഡബബബരബ ശത. കഴിഞ്ഞ സന്ധ്യയ്ക്ക്, കഴിഞ്ഞ മണിക്കൂറുകളിൽ പൗലോസിനെ, ശീലാസിനെ ഹല്ലേലൂയ രാജ്യത്തിന്റെ, അവരുടെ പൗരത്വത്തിന്റെ വ്യവസ്ഥയ്ക്ക് വിരോധമായി പോലും അതറിയാതെ കയ്യേറ്റം ചെയ്ത പടയാളികൾ, പ്രൈസ് ദി ലോർഡ്, ആ കാരാഗ്രഹ പ്രമാണി സഹിതം ഹല്ലേലൂയ വളരെ ദണ്ഡനം അവരെ കോൽ കൊണ്ട് അടിപ്പിച്ചെന്നാണ്. അല്ലേ, ശ്രദ്ധിക്കണമേ. നമ്മളിതൊക്കെ വായിച്ചു പോകുമ്പോൾ അടിച്ചു പഠിച്ചു അല്ല, അതിൻ്റെ വേദനകൾ ആഴം. ശരീരം മുഴുവൻ മുറിയപ്പെട്ട് ചതയപ്പെട്ടിരിക്കുക. ആ ചതയപ്പെട്ട് മുറിയപ്പെടാൻ കാരണമായവരെ കൊണ്ട് ഈ ആകത്തളത്തിൽ ഒരാത്മസാന്നിധ്യം, വിടുതൽ, വചനത്തിന്റെ ശക്തി വ്യാപരിക്കുമ്പോൾ ചങ്ങലകൾ അഴിയും, ആമത്തിന്റെ ബന്ധനം അഴിയും. നിന്റെ തലമുറയുടെ യാത്രയെ, അല്ലെങ്കിൽ ശുശ്രൂഷകന്മാരെ, ദൈവദാസന്മാരെ, നമ്മുടെ ശുശ്രൂഷയിലുള്ള മുന്നേറ്റത്തിന്റെ യാത്രയെ ബന്ധിച്ച ആമത്തിന്റെ ബന്ധനങ്ങൾ, നിന്റെ ആരാധനയെ ബന്ധിച്ച കൈയുടെ ബന്ധനങ്ങൾ, യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. എല്ലാം തകർത്ത് പുറത്തു കൊണ്ടുവരും, അവരും രക്ഷ പ്രാപിക്കും. പ്രൈസ് ദി ലോർഡ്. നിന്റെ ചതവ്, അടുത്ത ഒരു ഭാഗം കൂടെ ശ്രദ്ധിക്കണമേ. നിന്റെ ഇന്ന് നീ അനുഭവിക്കുന്ന ചതവുകൾ ദൂത് മനസ്സിലാക്കണമേ. ഇന്ന് നീ അനുഭവിക്കുന്ന മുറിവുകൾ, ഇന്ന് നിന്റെ കുഞ്ഞുങ്ങൾ അനുഭവിക്കുന്ന മുറിവുകൾ, ഇന്ന് നിന്റെ ഭവനം അനുഭവിക്കുന്ന മുറിവുകൾ, സ്തോത്രം ഹല്ലേലൂയ. നിന്റെ വിടുതൽ മാത്രമല്ല, നിന്റെ പുറത്തിറങ്ങല്, പുറപ്പാട് ഹല്ലേലൂയ. ദൈവം നിന്റെ തലമുറയെ പുറത്തു കൊണ്ടുവരുന്നത് മാത്രമല്ല, ബന്ധിച്ചകത്തിട്ടവരെ ദൈവസഭയുടെ അംഗങ്ങളാക്കി, ദൈവാനുഗ്രഹത്തിന് അംശികളാക്കി, ദൈവരാജ്യത്തിന് അവകാശികളാക്കി, സുവിശേഷത്തിന് കീഴ്പ്പെടുന്നവരാക്കി മാറ്റുന്ന ഹല്ലേലൂയ. ഇന്ന് നീ അനുഭവിക്കുന്ന ചതവുകൾക്കായി സ്തോത്രം പറയണം. ഇന്ന് നീ അനുഭവിക്കുന്ന മുറിവുകൾക്കായി സ്തോത്രം പറയണം. എങ്ങനെ സ്തോത്രം പറയണം? ഈ മുറിവുകൾ കാലങ്ങൾ നീണ്ടു നിൽക്കത്തില്ല, ഈ ചതവുകൾ കാലങ്ങൾ നീണ്ടു നിൽക്കത്തില്ല. ഈ മുറിവ് മാറാൻ പോക, ഇത് വരുത്തിയവർ അല്ലെങ്കിൽ അവർ തന്നെ ഇത് കെട്ടാൻ പോകുകയാ. ആ മുറിവ് കെട്ടിയവരെ ഞാൻ സ്നാനപ്പെടുത്താൻ പോകുകയാ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. 1
വാ തുറന്നാൽ ദൈവം വാതിൽ തുറക്കും. എത്ര ശക്തമായ വാതിലും ദൈവം തുറക്കും. 2, മുറിവ് വരുത്തിയവരെയും കൊണ്ട് മുറിവുകൾ കെട്ടിപ്പിക്കും. അവർ നിന്നെ വീട്ടിൽ കൈക്കൊള്ളും. നീ ഒരു അപരാധി എന്നും പറഞ്ഞ് കാരാഗ്രഹത്തിനകത്ത് തള്ളിക്കളഞ്ഞെടുത്ത് അവർ നിന്നെ വീട്ടിൽ കൈകൊണ്ട് ശുശ്രൂഷ ചെയ്യും. അവർ യേശുവിനെ അറിയും. ഈ ദൈവപ്രവൃത്തി നമ്മളിൽ വെളിപ്പെടാൻ പോകുകയാണ്. നമ്മുടെ കുഞ്ഞുങ്ങളിൽ വെളിപ്പെടാൻ പോകുകയാണ്. ദൈവസഭയ്ക്കകത്ത് വെളിപ്പെടാൻ പോകുകയാണ്. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.